അക്ബറും ബിന്നിയും അഭിലാഷും ആര്യനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈവിൽ. അക്ബർ പറയുന്നുണ്ട്, എനിക്ക് ക്യാപ്റ്റൻ ആവണമെന്നുള്ള അതിമോഹമൊന്നുമില്ല, എല്ലാവരും കൂടെ തിരഞ്ഞെടുത്താൽ മാത്രമല്ലേ നമുക്ക് ക്യാപ്റ്റൻ ആവാൻ പറ്റത്തുള്ളെന്ന് അക്ബർ പറയുന്നുണ്ട്. അപ്പോൾ അഭിലാഷ് പറയുകയാണ്, ഭയങ്കര തൊല്ലയാണ്, രണ്ടുപേർ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ ഇടയിൽ ക്യാപ്റ്റനാണ് പെട്ടുപോകുന്നത്. ഇപ്പം ആര്യനും ബിന്നിയും കൂടെ ഉണ്ടായ ഒരു വിഷയം, ആര്യൻ ക്യാപ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ക്യാപ്റ്റൻ അല്ല എന്നുണ്ടെങ്കിൽ ഇവളോട് പറയാം, നീ ഓടിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാര്യം ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റും. ക്യാപ്റ്റൻ ആണെങ്കിൽ ഉള്ള പ്രശ്നം ഇങ്ങനെയാണ്. അഭിലാഷ് പറയുന്നുണ്ട്, നീ നന്നായിട്ട് കളിച്ചാലും നിന്നെ ഇഷ്ടപ്പെടാത്ത ചില വ്യക്തികൾ കാണും, അവരൊരിക്കലും നിന്നെ നോമിനേറ്റ് ചെയ്യത്തില്ല ക്യാപ്റ്റൻ ആവാൻ വേണ്ടി. അപ്പോൾ പിന്നെ നിനക്ക് ക്യാപ്റ്റൻ ആവാൻ പറ്റുന്നേ ഇല്ല. അക്ബർ പറയുന്നുണ്ട്, ഞാൻ ക്യാപ്റ്റൻ നോമിനേഷനിലായാൽ പോലും എന്നെ ഇഷ്ടപ്പെടാത്ത കുറേ പേര് എന്നെ നോമിനേറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ക്യാപ്റ്റൻ ആവാൻ പറ്റത്തില്ല. എവിക്ഷൻ നോമിനേഷൻ വരത്തില്ല എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാന കാര്യം. പിന്നീട് അനീഷിനെ പറ്റി അക്ബർ പറയുകയാണ്, വൈൽഡ് കാർഡെല്ലാം വന്നിട്ട് എന്തൊക്കെയാണ് അനീഷിനെ പറ്റി പറഞ്ഞത്. അനീഷിനെ ആർക്കും സ്വാധീനിക്കാൻ പറ്റത്തില്ല. അനീഷ് ആരുടെയും സ്വാധീനത്തിൽ പെട്ടുപോകുന്ന ആളല്ല, ഒരു ഗ്രൂപ്പിലും പെട്ടുപോകുന്ന ആളല്ല. അനീഷിന് അങ്ങനെയുള്ളൊരു വ്യക്തിത്വമാണ്, ആരുടെ സ്വാധീനത്തിൽ പെട്ടുപോകാതെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് അനീഷിൻ്റെത്. പക്ഷേ ഇപ്പോൾ യഥാർത്ഥത്തിൽ പെട്ടുപോയിരിക്കുന്ന അനീഷാണ്. അനീഷ് ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ പെട്ടുപോയിരിക്കുകയാണ്. ഷാനവാസ്, ജിഷിൻ, അനീഷ് ഇവർ മൂന്നുപേരും ഇപ്പോൾ ഒരു ടീമായി. അപ്പം ബിന്നി പറയുകയാണ്, ആദില, നൂറ അവർ 5 പേരും ഒരുമിച്ചാണെന്നാണ് ഇവരുടെ ഇപ്പോഴത്തെ സംസാരം. അനീഷ് അറിയാതെ പോലും അനീഷ് ഒരു ഗ്രൂപ്പിലായി. ജിഷിൻ, ഷാനവാസ്, അനീഷ്